പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മുമ്പിലായിരിക്കുന്നു. 3 മണി സമയം മനുഷ്യവംശത്തിനു വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത് മനുഷ്യവംശത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ് രക്ഷ നേടിയെടുത്ത സമയമാണ്. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിച്ച സമയം. ഈശോയെ, ഈ മണിക്കൂറിൽ നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചെയ്ത എല്ലാ സ്നേഹത്തെയും കരുതലിനെയും കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. വലിയൊരു തിരിച്ചറിവോടെ അങ്ങയുടെ മുമ്പിലായിരിക്കണം. ഈശോയെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്റെ കരുണയുടെ കരം പിൻവലിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതം. നിന്റെ കരുണയുടെ കരം പിൻവലിച്ചാൽ തീർന്നു പോകാവുന്ന ജീവിതങ്ങളാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. പലപ്പോഴും അഹങ്കാരം, സ്വാർത്ഥത, അധികാരമോഹങ്ങൾ, മറ്റു പല ദുശ്ചിന്തകളിലൂടെയൊക്കെ പലപ്പോഴും ഞങ്ങൾ വലിയ വ്യക്തിത്വങ്ങളാണ് എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവേ, നിന്റെ കരുണയിലെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയം, നിന്റെ വലിയ കരുണയിൽ ഞങ്ങളോട് കാണിച്ച ആ മഹത്തായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കൃപയുടെ സമയം നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ആദിമസഭാ സമൂഹം എപ്രകാരമായിരുന്നു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞത്, എപ്രകാരമാണ് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ അവിടെ കാണുന്നത് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം ഇതാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈശോയോട് പറഞ്ഞ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം, അതായത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തിയുള്ളവരായിട്ട് മാറും. കാരണം അത്രയും നാളും ബലഹീനരായി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോയ അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈശോ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് അവർ കണ്ടു. ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയെങ്കിലും അവരുടെ വിശ്വാസത്തിലേക്ക് അവർക്ക് കൂടുതൽ ശക്തമായി വളരുവാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. വീണ്ടും അവർ പഴയ ജീവിത ശൈലിയിലേക്കൊക്കെ തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ വീണ്ടും ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതായത് ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, ഈശോ നൽകിയ ഓരോ വചനങ്ങളുടെയും അർത്ഥം കൃത്യമായിട്ട് ഗ്രഹിക്കാനും അത് പ്രഘോഷിക്കാനുള്ള വലിയ ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും. അതായിരുന്നു അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ ഉടനീളം, പിന്നീട് അപ്പസ്തോല പ്രവർത്തനങ്ങളിലുടനീളം നമ്മൾ കാണുന്നത് ശക്തി ധരിച്ച, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശക്തിയാർജിച്ച അപ്പസ്തോലന്മാരെ കാണാൻ പറ്റും. അവരോരോരുത്തരും ചെന്ന് എല്ലാവരോടും പ്രഘോഷിച്ച ഒരേ ഒരു കാര്യം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചാണ്. അതായത് എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വലിയ രക്ഷ, അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായിട്ട് അവതരിച്ചു, അതുപോലെ തന്നെ ഒത്തിരിയേറെ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച്
അവൻ ഉദ്ധാനം ചെയ്ത് മനുഷ്യർക്ക് മരണത്തെ ജയിച്ചടക്കി നിത്യജീവൻ അവകാശമാക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതായത് അവർ ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചറിഞ്ഞ ഈ ഒരു സത്യം പ്രഘോഷിക്കുക എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമായ കാര്യമാണ്. അവർക്ക് എന്തുമാത്രം വേദനകളും പീഡകളും അതുപോലെ തന്നെ ജയിൽവാസവും കാരാഗ്രഹവും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവരെ തളർത്തുന്നതായിട്ട് കാണുന്നില്ല. അതൊക്കെ അവർക്ക് കൂടുതലൊരു വലിയ ഊർജം പകരുന്നതായിട്ട് നമ്മൾ കാണുക. പൗലോസ്ലീഹായെ ആണെങ്കിലും ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ് ക്രിസ്ത്യാനിയെയും ക്രിസ്തു മതത്തെയും ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നവരെല്ലാം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ച പൗലോസ്ലീഹ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം അവൻ്റെ ജീവിതം വളരെ പൂർണ്ണമായിട്ടും മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രഖ്യാപിക്കുന്ന കാര്യം പൗലോസ്ലീഹ പ്രഖ്യാപിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്ധിതനായവനെ, ക്രൂശിതനായവനെ, ഏകരക്ഷകനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനിയും എൻ്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. പ്രകാരം പറഞ്ഞ പൗലോസ്ലീഹായെ കാണാൻ പറ്റും. ഒരു ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച ഒരു കാര്യം ഇതാണ്. കൊലോസ്സുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ പറയുന്നത് കൊലോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം, നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോട് കൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാണ്. എല്ലാ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും ബന്ധനങ്ങൾ കുരിശിൽ അവൻ ഇല്ലാതാക്കിക്കൊണ്ട് മനുഷ്യവംശത്തെ വീണ്ടെടുത്തു എന്നുള്ള കാര്യം ശക്തമായി ധീരതയോടെ പ്രഘോഷിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ഈശോടൊപ്പമായിരുന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോഴും നമുക്കും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കും വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് വേണ്ടി ഈശോ ചെയ്ത ഏറ്റവും വലിയ കാര്യം എനിക്ക് നിത്യജീവൻ അവകാശമാക്കുവാനായിട്ടുള്ള ഒരു യോഗ്യത നേടിത്തന്നു. പാപിയായിരുന്നിട്ടും അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ മരണത്തിന് അർഹനായിരുന്നവനാണ്. മരണത്തിൻ്റെ വിധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോഴും അതിൽ നിന്ന് തന്നെ അവൻ സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് എന്നെ വീണ്ടെടുത്തു. ഈശോ എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളത് എത്രമാത്രം അത് തിരിച്ചറിയുന്നവരാണ്. എനിക്ക് വേണ്ടി ഈശോ ചെയ്ത ഇത്രയും മഹത്തായ ഈ വലിയ സ്നേഹവും കരുണയും കണ്ടിട്ട് നമ്മളിപ്പം പറയുന്ന കാര്യം, എനിക്ക് ഈശോയെ വേണ്ട, എനിക്ക് വിശുദ്ധ കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, അങ്ങനെ ഒരു മനോഭാവത്തിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്കെതിരായിട്ട് നമ്മൾ പാപം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായിട്ട് നമ്മൾ പാപം ചെയ്യുകയാണ്. ഇതുപോലെ സ്നേഹിച്ചിട്ട്, ഇതുപോലെ കരുണ കാണിച്ചിട്ട് സ്നേഹം കണ്ടില്ല എന്നടിക്കുന്ന നമുക്കറിയാം. നമ്മുടെയൊക്കെ മാനുഷികമായ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾ വ്യക്തികൾ സ്നേഹിക്കുന്ന വ്യക്തികൾ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. ഇത്രയേറെ സ്നേഹിച്ചിട്ടും ചങ്കുപറിച്ച് സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തിന് വില കൊടുക്കാതെ, ആ സ്നേഹത്തിന് ഒരു മൂല്യം കൊടുക്കാതിരിക്കുമ്പോൾ അത് വലിയ വേദനയായിട്ടാണ് അത് മാറുക. പ്രിയപ്പെട്ടവരെ, കുരിശോളം നമ്മളെ സ്നേഹിച്ച തമ്പുരാൻ, കരുണ കാണിച്ച തമ്പുരാൻ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ കരുണയിൽ ആശ്രയിക്കാനാണ്. ഈശോയെ, ഞാൻ നിന്റെ വലിയ കരുണയിൽ ആശ്രയിക്കും നമുക്ക് ഏറ്റുപറയും. ദൈവകരുണയുടെ ഛായാചിത്രത്തിലൂടെ ഈശോ പറഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. കാരണം ഓരോ പാപിക്കും അവകാശപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പേരാണ് ഈ കരുണ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്ന ഏറ്റവും നല്ല കുറുക്കുവഴി എന്ന് പറയുന്നത് ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈശോയെ അറിയാനും ഈശോയിൽ വിശ്വസിക്കുവാനും യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ കാരുണ്യവുമായ
ഈശോയെ അനുഭവിച്ചറിഞ്ഞ് അവനിൽ ശരണം വയ്ക്കുന്നവരായി ലോകത്തിലുള്ള എല്ലാവരും മാറുവാനായിട്ട് പ്രാർത്ഥിക്കാം. പൈശാചിക ശക്തികളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ദൂരെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളിന്ന് ധ്യാനിച്ചതുപോലെ ഈശോയെ ആദിമസഭാ സമൂഹം നിന്നെ പ്രഘോഷിച്ചതുപോലെ ഈശോയെ നീ ഞങ്ങൾക്ക് നേടിത്തുന്ന രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് രക്ഷയുടെ സത്ഫലങ്ങൾ ഈ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നിനക്കിഷ്ടമുള്ളത് മാത്രം ചെയ്യുവാനും നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കരുണയെ അനുഭവിച്ച് കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി ദൈവകരുണയുടെ മുഖങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷോയെ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.